ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേസസ് വെൽനസ് LLPയിൽ എങ്ങനെയാണ് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ അസോസിയേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് ആണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടതാണ് നമ്മുടെ പേസസിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ paces.in എന്ന് നമ്മൾ അടിച്ചിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഗോ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പേസസിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഈ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ലോഗിൻ ആൻഡ് സൈനപ്പ് എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ പുതിയ മെമ്പറെ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സൈനപ്പ് ഓപ്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു വിൻഡോ വരും. എന്താണ് അവിടെ വരുന്നത്? റഫറൽ ID, സ്പോൺസർ ID. എന്താണ് റഫറൽ ID എന്ന് പറയുകയാണെങ്കിൽ ആരാണ് ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹമാണ് റഫറൽ ID. അദ്ദേഹത്തിൻ്റെ ID ആയിരിക്കും റഫറൽ ID. ആരുടെ ടീമിൽ ആരുടെ അണ്ടറിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതാണ് സ്പോൺസർ ID. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളാണ് ഒരു വ്യക്തിയെ കൊണ്ടുവച്ചാൽ നിങ്ങളുടെ ID റഫറൽ IDയിലിടുക. നിങ്ങളുടെ ടീമിലുള്ള ഒരാളുടെ കീഴെയാണ് നമ്മളിത് പ്ലേസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ID സ്പോൺസർ IDയിലിടുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ID നമ്മൾ ഇവിടെ ഇടാണ്. ഒരു ജസ്റ്റ് 497091 എന്ന് പറഞ്ഞൊരു ID ഇട്ടു. അതിൽ തന്നെ നമ്മൾ സ്പോൺസർ ID ആയിട്ടിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അവിടെ ഒരു വിൻഡോ വരും. എന്താണ് അവിടെ വരുന്നത്? റഫറൽ ചെയ്യുന്ന ആളുടെ പേരും സ്പോൺസർ ചെയ്യുന്ന ആളുടെ പേരും വരും. അപ്പോൾ അത് കറക്റ്റാണോ നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുക. അപ്പോൾ മിസ്റ്റർ, ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് മിസ്റ്റർ എന്ന് അടിച്ചു. ഞാനിപ്പോൾ അടിക്കാൻ പോകുന്നത് എൻ്റെ തന്നെ പേരടിക്കുകയാണ്. എക്സാമ്പിളായിട്ട് ചന്ദ്രഹാസൻ അടിച്ചു. ഒരു മൊബൈൽ നമ്പർ ഞാൻ അടിക്കുകയാണ്. ഇപ്പോൾ 8921282720. ഇമെയിൽ ID നമ്മൾ അടിക്കണം. മൊബൈൽ നമ്പറിൻ്റെ കൂടെ തന്നെ ഇമെയിൽ ID നമ്മൾ അടിക്കണം. അപ്പോൾ ഇമെയിൽ ID ഞാൻ അടിക്കുകയാണ്. gmail.com. നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു, ഇമെയിൽ ID അടിച്ചു. ഇനി നമ്മുടെ പിൻ കോഡ് അടിക്കണം. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം, അഡ്രസ്സിൻ്റെ പിൻ കോഡ് അടിക്കണം. അപ്പോൾ ഞാൻ പിൻ കോഡ് അടിക്കുന്നു. ഇനി ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. പിൻ കോഡ് അടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു, താലൂക്ക് വന്നു, സ്റ്റേറ്റ് വന്നു. ഇനി നമുക്ക് അഡ്രസ്സ് അടിക്കണം. നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ നമ്മൾ കൊടുക്കുക. ഞാൻ എൻ്റെ അഡ്രസ്സ് അടിക്കുകയാണ്. ചന്ദ്ര നിവാസ് മാവിൻ ചോട്. അഡ്രസ്സ് അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പാസ്വേഡ് ഞാൻ കൊടുക്കുന്നത് 123456 എന്ന് കൊടുക്കുകയാണ്. അടുത്ത കൺഫേം പാസ്വേഡിൽ, അതായത് നമ്മൾ അടിച്ച പാസ്വേഡ് വീണ്ടും കൺഫേം ചെയ്യാൻ വീണ്ടും അടിക്കുക. 123456 അടിച്ചു. ഇനി എന്ത് വേണം? ഇവിടെ കുറച്ച് കണ്ടീഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ്? നമ്മൾ പെർമിഷൻ കൊടുക്കാനാണ് അത് കമ്പനിക്ക്. അതായത് നമ്മുടെ ഡാറ്റ കൊടുക്കാനുള്ള. അതുമാതിരി തന്നെ ഇതിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവുമല്ലോ നമ്മളിതിൽ മെമ്പർ ആവാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഈ 2 കോളത്തിൽ പ്രസ് ചെയ്യുമ്പോൾ അവിടെ റേറ്റ് ബട്ടൺ വരും. കണ്ടില്ലേ? മുകളിലും താഴെയും നമ്മൾ റേറ്റ് ബട്ടൺ വന്നു. ഇനി എന്ത് ചെയ്യണം? പ്രീവ്യൂ എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇടാനുള്ള നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ തീർക്കണം. ഓക്കെ, 2 മിനിറ്റാണ് സമയമുള്ളത്. ആ 2 മിനിറ്റ് മുമ്പ് നമുക്ക് വന്നിട്ടുള്ള ആ OTP നമ്മളവിടെ ഇടണം. OTP ഇടുമ്പോഴാണ് നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഞാൻ OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. OTP ഒരു നിമിഷം. മൊബൈൽ നമ്പറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോട്ടെ? 212827. ഇപ്പോഴാണ് OTP വന്നത്. അപ്പോൾ OTP വന്നത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 6670900. ആ OTP ടൈപ്പ് ചെയ്തു. വെരിഫൈ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ വെരിഫൈഡ് ചെയ്യും. അതായത് നിങ്ങളുടെ മൊബൈലിൽ വന്ന OTP കറക്റ്റ് ആണെങ്കിൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്മിറ്റ് ബട്ടൺ അമർത്തി കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഇത് കണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇവിടെ ഒരു വിൻഡോയിലൂടെ എഴുതി വരും. അതിനുശേഷം നിങ്ങൾ ആരുടെ IDയിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ മൊബൈൽ നമ്പറിലേക്ക് കമ്പനിയിൽ നിന്ന് ഒരു മെസ്സേജ് പോവും. അവരുടെ പുതിയ IDയും ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡും അവർക്ക് കിട്ടിക്കോളും.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ രജിസ്റ്റർ ചെയ്ത് വിട്ടിട്ട് നമ്മുടെ കസ്റ്റമറെ ഒന്ന് വിളിച്ച് ചോദിക്കുക, അവർക്ക് OTP കിട്ടിയോ, രജിസ്ട്രേഷൻ പൂർത്തിയായോ എന്ന് ചോദിക്കാൻ മറക്കരുത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിലേക്കും അതുമാതിരി തന്നെ ഈ ഒരു മെസ്സേജ് ഇഷ്ടമായി കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുമാതിരി തന്നെ പേസസിൻ്റെ ഒഫീഷ്യൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് അലർട്ട് കിട്ടാനായിട്ട് സഹായിക്കും. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുക. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല ടൂള് എഡ്യൂക്കേഷന് പ്രോപ്പറായിട്ട് എല്ലാ നോളജും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.